ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് 25 കോടി പൌരന്മാർ ദാരിദ്ര്യമുക്തരായതായി രാഷ്ട്രപതി. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. അപകടം AAIB അന്വേഷിക്കും. യുവാക്കൾ രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുന്ന തരത്തിൽ ധൈര്യവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം കൂട്ടായി പ്രതിരോധിച്ചാൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂ എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ന്യൂസിലൻഡിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. സാമൂഹ്യനീതി ഉറപ്പാക്കാനുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഫലമായി കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് 25 കോടി പൌരന്മാർ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ജനജീവിതം മെച്ചപ്പെടുത്തിയതായി രാഷ്ട്രപതി പറഞ്ഞു. ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. मेरी सरकार सच्ची सामाजिक न्याय के लिए समर्पित है. इसी का नतीजा है कि पिछले एक दशक में 25 करोड़ देशवासी गरीबी को हराकर गरीबी से बाहर निकल के सरकार के तीसरे कार्यकाल में गरीबों को सशक्त करने के लिए अभियान और तेजी से आगे बढ़ा है. पिछले एक दशक में गरीबों के 4 करोड़ पक्के घर बने. बीते एक वर्ष में 32 लाख नए घर गरीबों को मिले. ഇന്ത്യക്കെതിരായ ഏതൊരു ഭീകരാക്രമണത്തിനും തക്കതായ മറുപടിയുണ്ടാകുമെന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം നൽകിയതെന്നും അവർ വ്യക്തമാക്കി. സർക്കാർ നയങ്ങൾ കാരണം കാർഷിക ഹോർട്ടിക്കൾച്ചർ ഉൽപാദനത്തിൽ റെക്കോർഡ് വർധനമുണ്ടായതായും ഈ ദശകത്തിന്റെ അവസാനത്തോടെ 500 ജിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജം എന്ന ലക്ഷ്യം ഇന്ത്യ കൈവരിക്കുമെന്നും ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തോടനുബന്ധിച്ച് സാമ്പത്തിക സർവേ നാളെ സമർപ്പിക്കും. ഫെബ്രുവരി 1 കേന്ദ്ര ബജറ്റ്. ഇന്നു മുതൽ അടുത്ത മാസം 13 വരെയും മാർച്ച് 9 മുതൽ ഏപ്രിൽ 2 വരെയും 2 ഘട്ടങ്ങളിലായി 30 ദിവസമാണ് സഭ ചേരുക. ഇന്നു രാവിലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. മുംബൈയിൽ നിന്നും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ബാരാമതിയിലേക്ക് പോകുന്നതിനിടെ രാവിലെ 8:50 അപകടം സംഭവിച്ചത്. വിമാനം ബാരാമതി വിമാനത്താവളത്തിൽ ഇടിച്ചിറങ്ങുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും അപകടത്തിൽ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രബല സ്ഥാനമുള്ള അജിത് പവാർ 7 തവണ ബാരാമതി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അജിത് പവാറിന്റെ അകാല വിയോഗം നികത്താനാകാത്ത നഷ്ടമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുശോചിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർല, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കേന്ദ്രമന്ത്രിമാർ, കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും പവാറിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. പാർലമെന്റിന്റെ ഇരുസഭകളും കേരള നിയമസഭയും അജിത് പവാറിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ മാസം 30 വരെ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. അന്തരിച്ച നേതാവിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ രാവിലെ 11 മണിയോടെ ബാരാമതിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും. അജിത് പവാറിന്റെ മരണത്തിനിടയാക്കിയ ബാരാമതി വിമാനാപകടം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിക്കും. AAIB ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അപകടസ്ഥലം സന്ദർശിക്കുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ ആരോഗ്യരംഗത്ത് ആയുർവേദ ചികിത്സാ മേഖലയുടെ സംഭാവനകൾ നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല ചാരിറ്റബിൾ ആശുപത്രിയുടെ ശതാബ്ദി ആഘോഷങ്ങളെ വെർച്വലായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സമഗ്ര ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് രാജ്യത്തുടനീളം ഏകദേശം 12,000 ആയുഷ് ആരോഗ്യ ക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി പറഞ്ഞു. ആര്യ വൈദ്യശാലയുടെ ദീർഘകാല ചികിത്സാ പാരമ്പര്യത്തെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ഇന്ത്യൻ പാർലമെന്ററി സമ്പ്രദായത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തിന്റെ ശക്തമായ വികസനത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് ന്യൂഡൽഹിയിലെ റഷ്യൻ എംബസിയിലെ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമൻ ബാബുഷ്കിൻ. അരി ഉൽപാദനം, ഇലക്ട്രിക് വാഹനങ്ങളുടെ കയറ്റുമതി ഉൾപ്പെടെയുള്ള പ്രധാന വികസന മേഖലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇന്ത്യ ആഗോള നേതാവായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു.
പാർലമെന്റിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു ബാബുഷ്കിൻ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ സൗദി അറേബ്യ സെക്യൂരിറ്റി വർക്കിംഗ് ഗ്രൂപ്പിന്റെ മൂന്നാമത് യോഗം റിയാദിൽ നടന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം യോഗത്തിൽ സമഗ്രമായി അവലോകനം ചെയ്തു. ആഗോളതലത്തിലും അതത് മേഖലകളിലും ഭീകര സംഘടനകൾ ഉയർത്തുന്ന ഭീഷണികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ അപലപിച്ച ഇന്ത്യയും സൗദിയും ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. യുവാക്കൾ രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുന്ന തരത്തിൽ ധൈര്യവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വാർഷിക NCC PM റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിലെ യുവാക്കളെ ആത്മവിശ്വാസമുള്ളവരും അച്ചടക്കമുള്ളവരും സംവേദനക്ഷമതയുള്ളവരുമായ പൌരന്മാരാക്കുന്ന പ്രസ്ഥാനമാണ് NCC എന്ന് ശ്രീ മോദി പറഞ്ഞു. 898 പെൺകുട്ടികൾ ഉൾപ്പെടെ 2406 കേഡറ്റുകൾ റാലിയിൽ പങ്കെടുത്തു. ഒരു മാസം നീണ്ടുനിന്ന NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിന് പരിസമാപ്തി കുറിച്ചാണ് NCC PM റാലി സംഘടിപ്പിച്ചത്. आज पूरी दुनिया युवा भारत के युवाओं की तरफ बहुत भरोसे से देख रही है और दुनिया के इस भरोसे का कारण है स्किल और संस्कार. भारत के युवाओं के पास लोकतंत्र के संस्कार है. भारत के युवाओं के पास पूरी दुनिया को एक परिवार मानने के संस्कार है. हम अपने सामर्थ्य से उस देश के विकास में मदद करते हैं. തിരുവനന്തപുരം വിളപ്പിൽശാല ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചെന്ന ആരോപണത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് കേരള നിയമസഭയിൽ ചർച്ച നടന്നു. PC വിശ്വനാഥാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ചികിത്സാ പിഴവ് മൂലം രോഗികൾ മരിക്കുന്ന സംഭവം സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. എന്നാൽ ബിസ്മീറിന് സാധ്യമായ എല്ലാ ചികിത്സയും നൽകിയെന്നും പരാതിയിന്മേൽ അന്വേഷണം ആരംഭിച്ചതായും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ചർച്ച നിയമസഭയിൽ ഇന്നും തുടർന്നു. സംസ്ഥാനത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ നാളെ സഭയിൽ അവതരിപ്പിക്കും. ആയുർവേദവും അലോപ്പതിയും ഒന്നിച്ചു മുന്നേറിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചാരിറ്റബിൾ ആശുപത്രിയുടെ ശതാബ്ദി ആഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവികതയാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ശക്തിയെന്നും ആയുർവേദ രംഗത്ത് ഗവേഷണം ശക്തമാക്കണമെന്നും ശ്രീ ആർലേക്കർ വ്യക്തമാക്കി. വിദേശത്ത് ജനിച്ച ഇന്ത്യക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനായി ഓഫ്ലൈനായി BLO വഴിയോ ERO വഴിയോ അപേക്ഷിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നേരത്തെ ഫോം 6 ഫോം 6A അപേക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സംവിധാനം വഴി 1,37,162 പ്രവാസികൾ അപേക്ഷ നൽകിയതായും ശ്രീ കേൽക്കർ അറിയിച്ചു. ന്യൂസിലൻഡിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വിശാഖപട്ടണത്താണ് മത്സരം. 5 കളികളുടെ പരമ്പരയിൽ ഇന്ത്യ 3-0 മുന്നിലാണ്. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യഹർജി പരിഗണിക്കുക. ദിവസേന വരുമാനം വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപ പദ്ധതികളെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന തരത്തിൽ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വിവരങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചവയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഇത്തരമൊരു പദ്ധതിക്കും സർക്കാർ അംഗീകാരം നൽകിയിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ തുടക്കമായി. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്ത് 25 കോടി പൗരന്മാർ ദാരിദ്ര്യമുക്തരായതായി രാഷ്ട്രപതി. വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് രാജ്യത്തിന്റെ ശ്രദ്ധാഞ്ജലി. അപകടം AAIB അന്വേഷിക്കും. യുവാക്കൾ രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന നൽകുന്ന തരത്തിൽ ധൈര്യവും പ്രതിബദ്ധതയും പ്രകടിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകം കൂട്ടായി പ്രതിരോധിച്ചാൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാകൂവെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്.
നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കേരള ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. ന്യൂസിലൻഡിനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.